50 കോടിയിലേറെ ലിറ്റർ വെള്ളം നമ്മൾ ഈ സിസ്റ്റം വഴി ശുദ്ധീകരിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. എത്ര? 50 കോടിയിലധികം. FC ROVER എന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ എടപ്പള്ളിയിൽ ഒബറോൺ മാളിലുള്ളത് വലിയൊരു മോള് തന്നെയാണ്. ഈ മോള് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കളമശ്ശേരിയിലുള്ള ദുബെ റിച്ചൂസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടേതാണ് ഈ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി ഇൻഡസ്ട്രിയുള്ള കമ്പനികളിൽ ഞാൻ പോകുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നല്ല ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് കാണിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുമെന്ന് ചോദിച്ച സമയത്ത് അന്വേഷിച്ചപ്പോഴാണ് ദുബെ റിച്ചൂസിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് റിച്ചൂസിന്റെ വിശേഷം നമുക്കറിയാം. നേരെ വീഡിയോയിലേക്ക് പോവാം. ഒബ്രോൺ മാളിലെ ടെക്നിക്കൽ മാനേജർ ആയിട്ടുള്ള ബിജു തോമസ് സാർ മുന്നിൽ ഞാനിപ്പോൾ. സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം. ഞാൻ സാധാരണ രീതിയിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇൻഡസ്ട്രി മേഖലയിൽ വലിയ രീതിയിൽ ഒത്തിരി പേര് അന്വേഷിക്കുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണിത്. അപ്പോൾ ഇത് ഏറ്റവും സ്യൂട്ടബിൾ, ഏറ്റവും നല്ല ഒരു എന്താ പറയുക സ്ഥലം, ഇത് അന്വേഷിക്കാൻ പറ്റിയൊരു സ്ഥലവും ഈ ഒരു മോളാന്ന് ഞാൻ അറിഞ്ഞു. അത് നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. കാരണം മലയാളീസ് പോലും നമ്മളെ മോൾ എന്ന് പറയുന്ന സിസ്റ്റം പരിചയപ്പെട്ടത് പോലും ഒബ്രോൺ മോൾ വെച്ചിട്ടാണ്. ഇവിടെ ഒത്തിരി വർഷമായിട്ട് ഇത് വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇപ്പോഴും നിങ്ങൾക്കുള്ള ഇതിനെക്കുറിച്ചുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ ഇത് ദോഷം എന്താണെന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിനെക്കുറിച്ചൊന്ന് പറയുമോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ 14 വർഷമായിട്ട് ഞങ്ങൾ ഈ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. പറയാവുന്ന രീതിയിൽ വലിയ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി 1-2 വാൽവ് മാറണ്ടോന്ന് അങ്ങനത്തെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ മാത്രം നമുക്ക് ഈ 14 വർഷമായിട്ട് ആ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടുള്ളൂ. ഒരു വാൾവ് മാറ്റുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത്രേ ഉണ്ടായിട്ടുള്ളൂ. വേറെ ചെറിയ ഫ്ലോ കുറവോ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓഫീസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്നത് ഒന്ന് ബാക്ക് വാഷ് ചെയ്ത് നമുക്ക് തരും. പാരലി എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ബാക്ക് വാഷ് ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ ബാക്ക് വാഷ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ എന്തെങ്കിലും ഫ്ലോ ഇഷ്യൂസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ വന്ന് നമുക്ക് കറക്റ്റ് ചെയ്ത് തരാറുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഈ 14 വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടലിൽ ഒരു 50 കോടിയിലേറെ ലിറ്റർ വെള്ളം നമ്മൾ ഈ സിസ്റ്റം വഴി ശുദ്ധീകരിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. എത്ര? 50 കോടിയിലധികമായിട്ട്. പറയുകയാണെങ്കിൽ പെർ ഡേ ഒരു 1 ലക്ഷം ലിറ്ററിൽ കൂടുതൽ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ സിസ്റ്റം വഴി. ഈ മോളിലേക്ക് ആവശ്യം വരുന്നുണ്ട്. വലിയൊരു ഗുണം തന്നെ ശരിക്കും ഇതിനെ കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയത്. തീർച്ചയായിട്ടും. അതിൽ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഒരു പവർ കൺസപ്ഷൻ, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് നമുക്കൊരു പവർ കൺസപ്ഷൻ ആവശ്യം വരുന്നില്ല. ഞാനൊരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടു. ഇപ്പം നിങ്ങൾക്കറിയാം ഈ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എത്ര വരുന്നുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാതെ ഇതൊരു ഫിൽട്രേഷൻ സിസ്റ്റം ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ ഒരു മാളുന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് വളരെ ഉപകാരമുള്ളൊരു സിസ്റ്റമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ നമ്മൾ വേറെ എന്തെങ്കിലും കെമിക്കൽ പ്രോസസ് കാര്യങ്ങളൊന്നും ഉണ്ടോ? ഇതിൽ നമ്മൾ ഇതിൻ്റെ വരെ ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബോർവെല്ല് മാത്രമായിരുന്നു, ബോർവെല്ലിലെ വെള്ളം. ആ സമയത്ത് എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ കലങ്ങിയ ഒരു വെള്ളം, അതായത് അയൺ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഒരു യെല്ലോയിഷ് കളറിലുള്ള വാട്ടറാണ് അന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ വെള്ളമാണ് ഇത് നന്നായിട്ട് ഫിൽട്ടർ ചെയ്ത് നമുക്ക് ഇപ്പോൾ ഇവിടെ മാളിൽ വന്നിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. വെള്ളം ഉപയോഗിക്കുന്ന ടോയ്ലറ്റിലായാലും വാഷ്റൂംസിലായാലും എല്ലാം നമ്മൾ ഈ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നേ വരെ നമുക്ക് അങ്ങനെ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വെള്ളത്തിൻ്റെ പേരിൽ ഇതുവരെ വന്നിട്ടില്ല. എത്ര കലക്കുണ്ടായി കഴിഞ്ഞാലും അത് നല്ല ഫിൽട്ടർ ചെയ്തിട്ടാണ്. തീർച്ചയായിട്ടും നല്ല ഫിൽട്ടർ ചെയ്ത് നമുക്ക് അത് പ്രോപ്പറായിട്ട് അവർ പറയുന്ന രീതിയിൽ നമ്മൾ ബാക്ക് വാഷും കാര്യങ്ങളൊക്കെ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല ഔട്ട്പുട്ട്, നല്ല വെള്ളം, ക്വാളിറ്റിയുള്ള വെള്ളമായിട്ട് നമുക്ക് മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ആ ബാക്ക് വാഷ് മാത്രമേ ഉള്ളൂ. അതെ, തീർച്ചയായിട്ടും അവർ പറഞ്ഞ രീതിയിൽ ബാക്ക് വാഷ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വേറെ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട വന്നിട്ടില്ല ഇതുവരെ. ഞങ്ങൾക്ക് അത് ഉപയോഗിക്കേണ്ട വന്നിട്ടില്ല. വേറെ എക്സ്ട്രാ മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും കാര്യങ്ങളോ ഇതിൽ വരുന്നില്ല. ഞാൻ ഇപ്പോൾ ഏതൊരു WTP എടുത്താലും അതിലൊന്നിലെ കെമിക്കൽസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഈവൻ ബാക്ക് വാഷിന് നമുക്ക് പമ്പ് ഉപയോഗിക്കണം. ഇങ്ങനത്തെ ആവശ്യങ്ങളൊന്നും ഈ സിസ്റ്റത്തിൽ വേണ്ടി വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു 2000 ലിറ്ററിൻ്റെ ടാങ്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഗ്രാവിറ്റി പ്രഷറിലാണ്. താഴെ സമ്പിൽ നിന്ന് നമ്മൾ പമ്പ് ചെയ്ത് വെള്ളം മുകളിൽ കയറ്റുന്നു. ആ 2000 ലിറ്റർ ടാങ്ക് കയറ്റി അവിടെ നിന്ന് വരുന്ന ഫിൽറ്ററിൽ വന്ന് ഫിൽറ്റർ ചെയ്ത് നേരെ നമ്മളിവിടെ ഓർഗഡിലേക്ക് ഉപയോഗിക്കുന്നു, ഒരു ടാങ്കിൽ. അവിടെ നമ്മൾ വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുന്നു. ഇതുവരെ അങ്ങനെ മേജർ കംപ്ലൈൻസോ കാര്യങ്ങളൊന്നും. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ഓൾവേസ് വെൽക്കം. ആർക്ക് വേണമെങ്കിലും ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചോദിക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും വലിയ സന്തോഷമുണ്ട് സാർ ഇത്ര സമയം തന്നതല്ലേ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം. ബിജു തോമസ് സാർ ഇപ്പം നമ്മുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ്, അതായത് ഈ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മളെ ലോക മലയാളിയുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ഇതിന്റെ ഫൗണ്ടർ തന്നെ നമുക്ക് പറയേണ്ടി വരും, സ്റ്റാൻലി ജേക്കബ് സാറും അതേപോലെ തന്നെ റിച്ചാർഡ് ജേക്കബ്. ഇവർ രണ്ടുപേരും അച്ഛനും മകനുമാണ്. ഇങ്ങനെ ഒരു സിസ്റ്റം കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വികസിപ്പിച്ചെടുത്തിട്ട് ഇപ്പം എത്ര വർഷമായി ഉണ്ടാവും? 31 വർഷമായി. ഓക്കെ, ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒന്ന് സംഭവം എന്താ പറയുക, ഇങ്ങനെ ഒന്ന് വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു ഉണ്ടായിരുന്നത്? കാരണം എൻ്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളം വളരെ മോശമാണ്. മടി വാട്ടർ ആയിക്കൊള്ളു, എന്താ പറയുക, പാൽച്ചായ കളർ പോലെയൊക്കെ ഇരിക്കും. പക്ഷെ ആ വെള്ളം വെച്ച് നമുക്ക് കുളിക്കാനോ അല്ലെങ്കിൽ ഒരു വസ്ത്രം കഴുകാനോ ഒന്നും സാധിക്കില്ല.
പിന്നെ പബ്ലിക് ടാപ്പിനെ ആശ്രയിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു ലിമിറ്റ് ഉണ്ട് വെള്ളത്തിന്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നാലെ തന്നെ വർഷങ്ങളായിട്ട് പിന്നാലെ നടക്കുകയും, പക്ഷേ അതിന് ശേഷമാണ് ഞാൻ ചെറിയ സിസ്റ്റങ്ങൾ, ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെറുതായിട്ട് ഉണ്ടാക്കി അത് വെച്ച് അതുമേലെ ഡെവലപ്പ് ചെയ്ത് കുറച്ച് വെള്ളം ക്വാണ്ടിറ്റി കുറച്ച് കിട്ടിയെങ്കിലും അത് ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി കുറവാണ്. പിന്നെ അത് കുറേയും കൂടി വികസിപ്പിച്ചിട്ട് കഴിഞ്ഞപ്പോഴേക്കും കൊള്ളാവുന്ന രീതിയിൽ വെള്ളം ഫൈനായിട്ട് കിട്ടുകയും ബൾക്ക് ക്വാണ്ടിറ്റിയുമായി. അപ്പോൾ ഇങ്ങനെ പലരും വന്ന് കാണാൻ തുടങ്ങി കഴിയുമ്പോഴേക്കും പല ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ നമ്മൾ ഈ സിസ്റ്റം നമ്മൾ ഇറക്റ്റ് ചെയ്ത് കെമിക്കലൊന്നും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം. വേറെ റെക്കറിങ് കോസ്റ്റ് ഇല്ല, ഒന്നും ഒരു കെമിക്കൽ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഒന്നുമില്ല. ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി, ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഈ പറയുന്ന സർവീസ് കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും വരുന്നില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും. പക്ഷേ എന്നാലും ഞങ്ങളുടെ ടെക്നിക്കൽ ടീം ഇടയ്ക്ക് സർവീസ് ടീം വന്നിട്ട് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ എന്തോ 1-2 വാൽവാണ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നും അതിനകത്ത്. അത് ഓൾറെഡി ബിജു സാർ പറഞ്ഞു, ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇതേപോലത്തെ ഒരു പ്ലാന്റ് നമുക്ക് പുറത്ത് ഇത് കിട്ടാനുണ്ടോ ഇങ്ങനെ ഈ ഒരു സിസ്റ്റം? ഇല്ല, കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഇന്ത്യൻ പാറ്റന്റ് പ്രോഡക്റ്റ് ആണത്. ഇതിന് പാറ്റന്റ് ഉണ്ടോ? പിന്നെ ഇന്ത്യൻ പാറ്റന്റ് പാറ്റന്റ് ഒക്കെ എടുത്തിട്ടാണ് പാറ്റന്റ് ചെയ്തിട്ടാണ് നമ്മൾ. അപ്പൊ ഈ സിസ്റ്റം വേറെ ആരും ഫോളോ ചെയ്യില്ല? ഇല്ല. ഓക്കെ. ഈ ഒരു പ്ലാന്റ് ഇതേപോലെ വലിയ പ്ലാന്റുകൾ മാത്രമേ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല, വീടുകളിലൊക്കെ ചെയ്യുന്നുണ്ടോ? കൊമേഴ്സ്യൽ മാത്രമല്ല, വീടുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. വീടുകളും കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകുന്നത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. വീടുകൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീടുകളിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വീഡിയോ കാണുന്നത് ദൂരം നിന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾ കേരളം മാത്രമാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോൾ സിസ്റ്റം നിങ്ങൾ മാർക്കറ്റിംഗ്? ഇപ്പോൾ വീടുകൾക്കുള്ളത് നമ്മൾ കേരള സ്റ്റേറ്റ്, തമിഴ്നാട്, കർണാടക നമ്മൾ ചെയ്യുന്നു. പക്ഷേ ഓൾ ഇന്ത്യ നമ്മൾ ചെയ്യുന്നത് അത് കൊമേഴ്സ്യൽ പ്ലാന്റാണ്. ഇപ്പോൾ ആസാമിലെ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആസാം. ഓക്കെ. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഇതേപോലെ വലിയ പ്ലാന്റുകളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഇനി അറിയേണ്ടത് ഇതിന്റെ പ്രവർത്തന രീതിയാണ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളം ഇതിൽ കൂടി കയറി ഇറങ്ങി പോകാനുള്ള ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഞാനൊരു വീട്ടിൽ ഇത് സെറ്റ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇതേപോലെ വലിയൊരു പ്ലാന്റ് സെറ്റ് ചെയ്യുകയാണെങ്കിലോ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എന്താണ് ഇതിന്റെ പുറകിൽ? ഇതിൻ്റെ അകത്ത് വീക്കിലി മനസ്സിലായത് എടുക്കുന്ന വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി. കാരണം ഇപ്പോൾ ഒരു 1 lakh ലിറ്ററൊക്കെയാണ് നമ്മുടെ എബോ എടുക്കുന്നുണ്ട്. 1 lakh 1.5 ഒക്കെ എടുക്കുന്നുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണെങ്കിൽ ചിലപ്പോൾ 2-3 ഡേയ്സിലൊക്കെ വരുമ്പോഴേക്കും ഒരു ബാക്ക് വാഷിംഗ് പ്രോസസ് എന്ന പ്രോസസ്സാണ്. റിവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന സാധനങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പുറത്തേക്ക് പോയിക്കോളൂ. ബാക്ക് വാഷിംഗ് പ്രോസസ് അതെങ്ങനെ എന്താ ചെയ്യേണ്ടത്? വാലുകൾ ചേഞ്ചിങ് മാത്രമേ ചേഞ്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് കാണിച്ചു തരാം. എന്താ അത് അതിന്റെ സിസ്റ്റം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കാണിച്ചു തരാം. ഇവിടെ വരുന്നുണ്ടല്ലേ വെള്ളം? ഇത് അതിൽ ഉള്ളിൽ കിടക്കുന്ന ഒരു ചളിയായിരിക്കും അല്ലേ? അതെ. ഇതില് ഈ കിടക്കുന്ന ഇത്രയും ചെളിയാണെങ്കിൽ പോലും വെള്ളം ട്രീറ്റ് ചെയ്ത് വരുമ്പോൾ ഫൈൻ വാട്ടർ വരും. ഓക്കെ. ഇത്രയും ക്ലീൻ ചെയ്തിട്ടാണ് ഇത് ടാങ്കിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പറ്റുന്നത്. അതെ. ഓക്കെ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ബാക്ക് വാഷ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വെള്ളമാണ് ഇപ്പൊ ഈ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ. അത് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. റിൻസിംഗ് വാട്ടർ ആണ്. ഫിൽട്രേഷന്റെ ആദ്യത്തെ പൗഡറാണ് റിൻസിംഗ്. ഫൈൻ വാട്ടർ ആയിട്ട് വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഫൈൻ വാട്ടർ ആയി. ഇതിന് ശേഷം നമ്മൾ അത് ഓഫ് ചെയ്ത് വെച്ചാൽ മതി അല്ലേ? ഓഫ് ചെയ്ത് നേരെ താഴത്തെ ടാങ്കിലേക്ക് സപ്ലൈ ചെയ്യും. ടാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഈ വെള്ളം കൊണ്ട് നമുക്ക് പ്രകൃതിക്കും വലിയ ദോഷമൊന്നുമില്ല. ഒരു ദോഷമില്ല. ഈ വെള്ളം താഴേക്ക് പോയി കഴിഞ്ഞാൽ. കൂടെ തന്നെ ഒരാളെ നമ്മൾ കുറച്ചു നേരമായിട്ട് കാണുന്നുണ്ട്. മകനാണ് റിച്ചാർഡ് ജേക്കബ്. അച്ഛനെ പോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻവെൻഷൻ അല്ലെങ്കിൽ ഇതേപോലെ കണ്ടുപിടുത്തങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ്. സ്ഥലമില്ലാത്ത ആളുകൾക്ക് വേസ്റ്റ് വാട്ടർ എങ്ങനെ ശുദ്ധീകരിച്ച് പുറത്തേക്ക് കളയാം എന്നാണ് എൻ്റെ അർത്ഥം. വേസ്റ്റ് ആയി കിടക്കുന്ന വെള്ളം, വേസ്റ്റ് വാട്ടർ, ടോയ്ലറ്റ് വേസ്റ്റ് ആയിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആയിക്കോട്ടെ, എന്ത് വേസ്റ്റ് ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾ ക്ലീൻ ചെയ്ത് കൊടുക്കും. അത് ഒരു ചെറിയൊരു പെട്ടിയിൽ കയറി പോകുന്ന രീതിയിൽ, അതായത് ഒരു ബോക്സ് ആയിരിക്കും അത്. ആ ബോക്സിലേക്ക് കയറി കഴിഞ്ഞാൽ ഔട്ട്ലെറ്റ് നല്ല വെള്ളമായിട്ട് മാറും. ഓ ശരി. അത് വന്നു കഴിഞ്ഞ എല്ലാ പരിപാടിയും കഴിഞ്ഞിടക്കാണ്. ടെസ്റ്റിംഗ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇറക്കാനുള്ള ഒരു കാര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും അടുത്ത് തന്നെ. തീർച്ചയായും വലിയ സന്തോഷമുണ്ട് ആ ഒരു കാര്യത്തില്. അച്ഛന്റെ മകൻ തന്നെ എന്തിനു നമുക്ക് പറയേണ്ടി വരും. കാരണം അച്ഛൻ തുടങ്ങി നിർത്തിയിടുന്ന മകൻ തുടങ്ങാൻ പോവാണ്. എന്നാൽ രണ്ടുപേരും പരിചയപ്പെടാനും ഈ ഒരു കാര്യം നമ്മുടെ ഫോളോവേഴ്സിന് മുന്നിലേക്ക് എത്തിക്കാൻ പറ്റിയൊരു വലിയ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. ഇത്രയാണ് ദുബൈ റിച്ചൂസിന്റെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാഴ്ച? 50 കോടി ലിറ്റർ ആണ് ഈ ഒരു പ്ലാന്റ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്ത് നമ്മളെ പുറത്തേക്ക് വെള്ളം എടുത്തിട്ടുള്ളതെന്ന് ബിജു സാർ നമ്മളെ മുന്നിലേക്ക് കാണിച്ചു തന്നു അല്ലേ? ഇനി കോടിക്കണക്കിന് ലിറ്റർ ഇത് തന്നെ ഇതേ പ്ലാന്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് സ്റ്റാൻലി ജേക്കബ് സാർ നമ്മളെ മുന്നിലേക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് വീടുകളിലും ചെയ്യാൻ പറ്റും. ചെറിയ പ്ലാന്റുകളും നല്ല രീതിയിൽ തന്നെ റിച്ചൂസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ സർവീസ് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് റിച്ചൂസിന്റെ ടീം ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി അറിയാൻ പറ്റിയിട്ടുണ്ട്. കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലാനിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്നത് പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.